ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വില്ലാളിയായ ഒരു രാജാവിന് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി. എങ്കിലും അതുമായി പൊരുത്തപ്പെട്ട് അദ്ദേഹം സന്തോഷത്തോടെ രാജ്യഭരണം നടത്തി വരികയാണ്. ഒരിക്കൽ കൊട്ടാരത്തിലെ ചുമരിൽ തൻ്റെ പൂർവികരുടെ ചിത്രങ്ങൾ ഇരിക്കുന്നത് കണ്ട അദ്ദേഹത്തിന് തൻ്റെയും ഒരു ചിത്രം വരപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ രാജ്യത്ത് അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് ഒരു വിളംബരം നടത്തപ്പെട്ടു. പലരും ചിത്രം വരയ്ക്കാൻ വന്നെങ്കിൽ ഒരു കണ്ണ് നഷ്ടമായ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചാൽ അത് മനോഹരമാകില്ല എന്ന തോന്നൽ അവർക്കുണ്ടായി. അങ്ങനെ വന്നവരെല്ലാവരും ചിത്രം വരയിൽ നിന്ന് പിന്മാറി. ഇതെല്ലാം കണ്ട രാജാവിന് വലിയ ദുഃഖമായി. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ രാജാവിന്റെ ചിത്രം വരയ്ക്കാനായി മുന്നോട്ട് വന്നു. അയാൾ തന്റെ വര ആരംഭിക്കുമ്പോഴേക്കും പലരും അയാളോട് പറഞ്ഞു, രാജാവിന്റെ ചിത്രം വരച്ചാൽ ഒട്ടും ഭംഗിയാവില്ല, ആയതിനാൽ പിന്മാറുകയാണ് ഉചിതം, ഇല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായേക്കും. എന്നാൽ അയാൾ അവരുടെ ഒന്നും വാക്കുകൾക്ക് മുമ്പിൽ പതറാതെ കുറെ മാസങ്ങൾ കൊണ്ട് ചിത്രം പൂർത്തീകരിച്ചു. ചിത്രം കണ്ട് എല്ലാവരും അതിശയിച്ചു. രാജാവ് ഒരു കുതിരപ്പുറത്തിരുന്ന് ഒരു കണ്ണടച്ചു പിടിച്ച് അമ്പും വില്ലും ഉപയോഗിച്ച് ഉന്നം പിടിക്കുന്ന ചിത്രമായിരുന്നു അദ്ദേഹം വരച്ചത്. നഷ്ടമായ കണ്ണ് അടച്ച് മറ്റേ കണ്ണ് തുറന്ന് ഉന്നം പിടിക്കുന്ന രീതിയിലുള്ള ചിത്രമായിരുന്നു അദ്ദേഹം വരച്ചത്. രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം അളവില്ലാത്ത വിധ സ്വർണ്ണ നാണയങ്ങൾ അയാൾക്ക് കൊടുത്ത് രാജകൊട്ടാരത്തിലെ ആസ്ഥാന ചിത്രകാരനാക്കി. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. അത് ശരിയായി കണ്ടെത്തി പരിഹരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പതറി ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് നിരാശരാവുകയല്ല വേണ്ടത്. മറിച്ച് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ആരാണ് ലോകത്തിലുള്ളത്? എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയിക്കാൻ സാധിക്കുന്നത്. ഫിലിപ്പിയർ 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ക്രിസ്തുവിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ ലഭിക്കാത്ത പരിഹാരങ്ങൾ ഒന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ക്രിസ്തു ാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥ നീ കൂടെയുണ്ടാകണേ.